പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ഫോണിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഫോൺ മറ്റൊരാൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫോൺ മറ്റൊരാളുടെ ഫോണിലോട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ട് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ഈ വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവ് ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകാം. നിങ്ങൾ നേരെ നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഞാനിവിടെ ജസ്റ്റ് ഫോണിന്റെ സെറ്റിംഗ്സ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഫോണിന്റെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഇവിടെ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഗൂഗിൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഗൂഗിളിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ കാണുന്ന ഏരിയയിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ റെക്കമെൻഡ് ഓൾ സർവീസ് അങ്ങനെ 3 സർവീസ് വരുന്നുണ്ട്. അതിന്റെ താഴെ കുറച്ച് ഓപ്ഷൻസ് ഒന്നും വരുന്നുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. നിങ്ങളിവിടെ മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ കാണുന്നതിന്റെ നേരെയുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് മാനേജ് യുവർ ഓപ്ഷൻ വരും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് സൈനിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. സെക്യൂരിറ്റി സൈനിങ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തീർച്ചയായിട്ടും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചിട്ടില്ലാത്ത ആളുകൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ മറ്റൊരാൾ ട്രാക്ക് ചെയ്യാതിരിക്കും. രണ്ടാമത് നിങ്ങൾ സെക്യൂരിറ്റി കോഡ് ഉണ്ട്. സെക്യൂരിറ്റി കോഡ് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫോണിന്റെ സെക്യൂരിറ്റി ആയിട്ട് സെറ്റ് ആയിട്ട് വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പാസ് കീ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് പാസ്വേഡ് ഉണ്ട്. പാസ്വേഡ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുത്തു വെക്കുക. അതായത് കുറച്ച് ലെറ്ററുകളും കുറച്ച് വേർഡ്സും അതുപോലെ തന്നെ കുറച്ച് ഡോട്ടും അതുപോലെ തന്നെ അറ്റും അങ്ങനെയൊക്കെ കൂട്ടി കുറേ ഒരു 10, 12, 20 വരുന്ന അത്രയും വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിന് നേരെ താഴെയായിട്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനുള്ള ഇമെയിൽ ID കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഫുള്ളായിട്ട് കൊടുത്തു കഴിയുമ്പോൾ യുവർ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഫോൺ മറ്റൊരാൾ ട്രാക്ക് ചെയ്തിട്ടുണ്ടോ. ജസ്റ്റ് നിങ്ങളിതിൽ ഈ നിങ്ങളുടെ ഫോൺ യുവർ ഡ്രൈവിൻ്റെ അവിടെ നിങ്ങളുടെ ഫോണിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ തൊട്ടടുത്തുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 4 ഫോണുകൾ കണക്ട് ചെയ്തിട്ടേക്കുന്നത് കാണാം. ഇതിനകത്ത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫോൺ ഏതാണെന്ന്. ഞാൻ ഒപ്പോയും അതുപോലെ തന്നെ ഗാലക്സി S20 അങ്ങനെ 2 ഫോണുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ അതിന് താഴെ നിങ്ങളുടെ ഫോണിന്റെ തന്നെ സീരിയൽ നമ്പർ ആണ് കാണുന്നതെങ്കിൽ അത് നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഫോണിന്റെ എൻ്റെ ഒപ്പോടെ തന്നെയാണ് ഈ CPH 2527 എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ ഏറ്റവും താഴെ 3 പറഞ്ഞിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. അത് എൻ്റെ ഡ്രൈവ് അല്ല, അത് ഓൾറെഡി ഓഗസ്റ്റ് 1 കണക്ട് ചെയ്തിട്ടേക്കുന്നതാണ്. ഞാനത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിന്റെ ഡീറ്റെയിൽ ഇവിടെ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ സൈൻ ഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇത് സൈൻ ഔട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ സൈൻ ഔട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫോൺ മറ്റൊരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, മറ്റൊരാൾ ഇതുപോലെ നിങ്ങളുടെ ഫോണിലോട്ട് നിങ്ങളെ സൈൻ ചെയ്തിട്ട് നിങ്ങളുടെ ഡേറ്റകളൊക്കെ ചോർത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഫോൺ ഹാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടയാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടെ ഷെയർ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്തിരിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ ബൈ, സീ യു.